സംസ്ഥാനത്ത് വീണ്ടും ഇന്ത്യ റിസർവ് ബറ്റാലിയൻ രൂപീകരിക്കാൻ സർക്കാർ നീക്കം. പോലീസ് സ്റ്റേഷനുകളിലെ അംഗബലം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം പരിഗണിക്കുക പോലും ചെയ്യാതെയാണ് രണ്ടാമത് IR ബറ്റാലിയൻ രൂപീകരിക്കുന്നത്. കേന്ദ്ര ഫണ്ട് ലക്ഷ്യമിട്ടാണ് സർക്കാർ നീക്കമെന്നാണ് ആരോപണം. സംസ്ഥാനത്ത് അമിത ജോലിഭാരം പോലീസ് സേനയുടെ പ്രവർത്തനങ്ങളെ ബാധിച്ചു തുടങ്ങിയിട്ട് 5 വർഷത്തോളമാകുന്നു. അമിത ജോലിഭാരവും മാനസിക സമ്മർദ്ദവും കാരണം പോലീസിൽ ആത്മഹത്യകളും വർദ്ധിച്ചു വരികയാണ്. 200-നടുത്ത ഉദ്യോഗസ്ഥരാണ് ജോലിഭാരം കാരണം പോലീസ് സേനയിൽ നിന്ന് സ്വയം വിരമിക്കൽ തെരഞ്ഞെടുത്തിരിക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൗൺസിലിംഗ് ഉൾപ്പെടെ നൽകാൻ DGP നിർദ്ദേശം നൽകിയിട്ടും ഒരു പ്രയോജനവുമില്ല. ഈ വർഷം മാത്രം 72 ഉദ്യോഗസ്ഥരാണ് സ്വയം വിരമിക്കാൻ അപേക്ഷ നൽകി കാത്തിരിക്കുന്നത്. പോലീസ് സ്റ്റേഷനുകളിലെ അംഗബലം വർദ്ധിപ്പിക്കണമെന്നാണ് സേനയിൽ ഉയരുന്ന പൊതു ആവശ്യം. എന്നാൽ ഇത് മാത്രം നടപ്പാകുന്നില്ല. അംഗബലം വർദ്ധിപ്പിക്കുന്നതിന് ധനവകുപ്പ് എതിര് നിൽക്കുകയാണ്. അതേസമയം തന്നെയാണ് സംസ്ഥാനത്ത് വീണ്ടും ഇന്ത്യ റിസർവ് ബറ്റാലിയൻ രൂപീകരിക്കാൻ സർക്കാർ നീക്കം നടത്തുന്നത്. സംസ്ഥാന പോലീസ് മേധാവി ഇതുമായി ബന്ധപ്പെട്ട ശുപാർശ ആഭ്യന്തര വകുപ്പിന് കൈമാറി. ഇന്ത്യ റിസർവ് ബറ്റാലിയൻ ഉൾപ്പെടെ രൂപീകരിക്കുമ്പോൾ കോടിക്കണക്കിന് രൂപ കേന്ദ്ര സർക്കാർ പോലീസിന് നൽകാറുണ്ട്. ഇത് ലക്ഷ്യമിട്ടാണ് സർക്കാരിന്റെ നീക്കമെന്നാണ് ആരോപണം. ഏറെ കൊട്ടിഘോഷിച്ചു തുടങ്ങിയ ഭീകരവിരുദ്ധ സ്ക്വാഡിന്റെ പ്രവർത്തനം തന്നെ ഇപ്പോൾ നിർജീവമാണ്. സംസ്ഥാനത്ത് ഇത്തരം പ്രവർത്തനങ്ങൾ വർദ്ധിക്കുമ്പോഴും കേന്ദ്ര ഏജൻസികളാണ് നടപടികൾ സ്വീകരിക്കുന്നത്. എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസിൽ കേരളത്തിന്റെ ഭീകരവിരുദ്ധ സ്ക്വാഡ് പൂർണ്ണ പരാജയമാണെന്ന വിമർശനവും ഉയർന്നിരുന്നു. കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന സാമ്പത്തിക സഹായം ലക്ഷ്യമിട്ട് മാത്രമാണ് കേരളം പദ്ധതികൾ രൂപീകരിക്കുന്നത്. പോലീസ് സ്റ്റേഷനുകളിലെ അംഗബലം വർദ്ധിപ്പിക്കാതെ തിരക്കിട്ട വീണ്ടും ഇന്ത്യ റിസർവ് ബറ്റാലിയൻ രൂപീകരിക്കുന്നതിന് പിന്നിലും കാരണം മറ്റൊന്നല്ല. തിരുവനന്തപുരത്ത് നിന്നും R. രാജീവ്, ജനം.